ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് സമയവും എഫോർട്ടുമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ടൈം ആവശ്യമായിട്ട് വരും. എന്നാൽ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ ചാനൽ വളർത്തിയെടുത്ത് അതിൽ നിന്ന് വരുമാനം നേടിയാലോ? ഈ യൂട്യൂബ് ഓണേഴ്സ് എല്ലാം തന്നെ മാസം $10K മുകളിലാണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ് ഐഡിയയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു ക്രിയേറ്റർ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തം പേഴ്സണാലിറ്റിയിൽ തുടങ്ങുന്നു. സ്വന്തമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, മോണിറ്റൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു. പക്ഷേ യൂട്യൂബ് ഓട്ടോമേഷനിൽ ക്രിയേറ്ററിന് പകരം ബിസിനസ് ഓണർ ആയിരിക്കും ഉള്ളത്. ഈ ബിസിനസ് ഓണർ ഫേസ് കാണിക്കുന്നില്ല, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുമില്ല. ഇതിനെല്ലാമായിട്ട് ഒരു ടീം ഉണ്ടായിരിക്കും. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു വോയിസ് ഓവർ, ഒരു വീഡിയോ എഡിറ്റർ, പിന്നെ ഒരു തംബ്നെയിൽ ഡിസൈനർ. ഈ ടീമിലൂടെ ഒരു ഫുൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഈ വീഡിയോ ചാനലിന്റെ ഓണർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഫ്രീലാൻസർ ടീമിന് പെർ വീഡിയോയ്ക്ക് അതിനുള്ള എമൗണ്ട് കൊടുക്കുന്നു. ചാനൽ ഓണറിന് ചാനലിലൂടെയുള്ള റവന്യൂ ലഭിക്കുന്നു. ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ ലഭിക്കുമ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആകുന്നു. നോർമൽ ചാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ വോയിസോ അല്ലെങ്കിൽ ഫേസോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവർക്കും തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആണിത്. യൂട്യൂബ് ഓട്ടോമേഷൻ തുടങ്ങുമ്പോൾ സെർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നീഷാണ് ബിഗിനേഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം യൂട്യൂബ് ഓട്ടോമേഷന് മെയിൻ ഇൻകം സ്ട്രീം ആഡ്സ് റവന്യൂ ആണ്. ആഡ്സ് റവന്യൂവിലൂടെ മാത്രം നമുക്കൊരു ഓട്ടോമേഷൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നോർമൽ ചാനലിനേക്കാൾ എക്സ്പെൻസ് കൂടുതൽ ഉള്ളതുകൊണ്ട് മറ്റു രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. സ്പോൺസർഷിപ്പ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് സെല്ലിംഗ് തുടങ്ങിയവയെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ തുടങ്ങിയാലുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം കിട്ടും എന്നതാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യുന്നതിലൂടെ ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സക്സസ്ഫുൾ ആയിട്ടൊരു യൂട്യൂബ് ഓട്ടോമേഷൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഹ്യൂജ് എമൗണ്ട് മണി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫ്രീലാൻസേഴ്സിനെ എങ്ങനെ ഹയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാം. അതല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് OLX യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അപ്വർക്ക്, ഫൈവർ തുടങ്ങിയ വെബ്സൈറ്റിലൂടെ നമുക്ക് ഹയർ ചെയ്യാൻ സാധിക്കും. ഫൈവർ ഒരു മികച്ച ഓപ്ഷനാണ്. ഇതിലൂടെ എല്ലാം തന്നെ നമുക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്ത് ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. യൂട്യൂബ് ഓട്ടോമേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫെയിലിയർ തന്നെയാണ്. ഒരു ചാനലിന് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്ത ശേഷം ചാനൽ ഫെയിൽ ആവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ലോസ് ഉണ്ടാക്കും. യൂട്യൂബ് ഓട്ടോമേഷൻ ഫെയിൽ ആകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തുടങ്ങിയവയാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഫേസ്ലെസ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ഫൂട്ടേജ് ഉപയോഗിക്കേണ്ടി വരും. അതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ കഴിവതും നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഫൂട്ടേജ്, ഇമേജ് തുടങ്ങിയവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എഡിറ്ററുമായിട്ട് ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഒഴിവാക്കേണ്ടതാണ്. കോമ്പിലേഷൻ പോലെയുള്ള നീഷ് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ തരം നീഷും നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. റിലാക്സേഷൻ, റെയിൻ വീഡിയോസ് തുടങ്ങിയവയൊക്കെ മോണിറ്റൈസ് ആക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടന്റ് ഒഴിവാക്കേണ്ടതാണ്. നല്ലൊരു നീഷും കൃത്യമായ പ്ലാനിങ്ങും കീവേഡ് റിസർച്ചും ഒക്കെ ചെയ്ത് നല്ലൊരു ടീമും ഉണ്ടെങ്കിൽ യൂട്യൂബ് ഓട്ടോമേഷൻ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും.